കണ്ടല്ലോ ഈ ബാക്ക്ഗ്രൗണ്ട് മൈൻഡ് ആക്കണ്ട കേട്ടോ. നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമേ. ഇത് ഒരു സ്ട്രെയിറ്റ്നറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഹെയർ ഡ്രൈ ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി കോംബ് ചെയ്ത് കേളല്ല, എൻ്റെ മുടി ഓൾമോസ്റ്റ് വേവിയാണ്. പക്ഷെ കുളിച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ മുടി ഇതുപോലെ ആയിരിക്കും ഇരിക്കുക. അതുകൊണ്ട് ഇതാണ് കേട്ടോ രേഷ്മ, എൻ്റെ റൂംമേറ്റ്. അവളാണ് ഇവിടെ ഒരുക്കലുകാരി. ഞാനിങ്ങനെ ഒരുക്കലൊക്കെ ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ അവളാണ് ചെയ്യുന്നത്, ഞാനല്ല. ഞാൻ ഇരുന്ന് കൊടുക്കുന്നത് വെറും ഒരു പാവം മാത്രം. അങ്ങനെ ആണ്ട് എൻ്റെ ഹെയറൊക്കെ അവൾ ഏകദേശം സെറ്റാക്കി. മുടി വെട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് മുടി സെറ്റ് ചെയ്യാൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ഇടുന്നത് കുറച്ച് മാച്ചിങ് അല്ല, അതുകൊണ്ട് നീ ഇതിങ്ങനെ മിക്സ് ചെയ്തിടുമെന്ന് പറഞ്ഞു. അങ്ങനെ NYBയുടെയും പിന്നെ ഇവിടെ നിന്ന് മേടിച്ച് നമ്മുടെ മെബിലിൻ്റെയാണ് ഞാനിത്. അവൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവൾ ഇന്ന് കാര്യമായിട്ട് ശ്രദ്ധയോടെ എന്തോ സയൻസ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ ആണ് കേട്ടോ എൻ്റെ മുഖത്ത് കയറി നിന്നു മേക്കപ്പ് ഇടുന്നത്. പള്ളിത്തേരുണ്ടോ ആ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ സിനിമയാണ് കേട്ടോ. അത് ജയറാമിൻ്റെയും നമ്മുടെ നടിയുടെ പേര് ഞാൻ മറന്നു കേട്ടോ, അവരുടെ സിനിമയാണ്. പിന്നെ നെറ്റിയിലൊരു യമണ്ടോ കുരു നിപ്പുണ്ട്. അത് പീരീഡ്സ് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കുരുവാണ്. അത് എപ്പോഴും പീരീഡ് ടൈം ആകുമ്പോഴേക്കും എനിക്ക് മുഖത്ത് കുരു വരാറുണ്ട്, അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിൽ വരാറുണ്ട്. ഇങ്ങനെ കുരു എന്നെ എപ്പോഴും എങ്ങനെ എപ്പോഴും വരാറില്ല, പക്ഷെ വിട്ട് നിൽക്കാറുമില്ല. എന്തോ കുരുവിന് ഇഷ്ടമാണ് എന്നെ, അതുകൊണ്ട് തന്നെ വെറുതെ വിടാറില്ല കേട്ടോ. അത് കഴിഞ്ഞ് പണ്ടത്തെ മെച്യൂരിറ്റി എന്ന് പറയുന്നില്ല, പണ്ടത്തെ ഇതായിരുന്നു കണ്ണ് ഫുള്ള് എഴുതുക എന്നുള്ളത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ സ്റ്റൈലിൽ പകുതി എഴുതിയാൽ മതി. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക്. എൻ്റെ ഇത്രയും ലിപ് ഷെയ്ഡ് മാച്ചായ ഒരു ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ കുട്ടി കണ്ണടിയൊക്കെ വെച്ച് കൊള്ളാമോ നോക്കി, കൊള്ളാൻ തോന്നി. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഈ ഡ്രസ്സ് ഒരു നൂഡിൽ സ്ട്രാപ്പ് ഡ്രസ്സാണ്. അപ്പം ഞാനിത് വെറുതെ ഒന്നൊരു ഷർട്ട് ഇട്ട് ഓവർലേ ചെയ്തതേ ഉള്ളൂ. ഇത് നാട്ടിൽ നിന്നുള്ളതാണ്. എനിക്ക് ഷർട്ട് ഇപ്പോൾ ടൈറ്റാണ്. സോ അതുകൊണ്ട് ഞാനത് ഓവർലേ ചെയ്തിടാൻ നിർത്തി. എന്തിനാ വെറുതെ തുണിയൊക്കെ മേടിച്ച് പൈസ കളയണമെന്നല്ല, എന്നാലും ഓവർലേ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. എന്തായാലും അങ്ങനെ ഞാൻ ഒരുങ്ങി കിട്ടി അങ്ങോട്ട് പോകണമെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയട്ടോ. അപ്പോൾ ശരി, ടാറ്റ ബേബി.